എസ് വേണുഗോപാൽ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു മൂന്ന് സേനമാരുടെയും മേധാവിമാർ പറയുന്നത്. അതിനകത്ത് കൃത്യമായി പറയുന്നത് പാകിസ്ഥാനെ പൂർണ്ണമായി വിശ്വസിക്കാൻ ഇന്ത്യക്കുള്ള വൈമുഖ്യം തന്നെയല്ലേ. ഈ വെടിനിർത്തൽ ഒരു നിൽക്കക്കളിയുമില്ലാതെ പാകിസ്ഥാൻ സ്വീകരിച്ച നിലപാടാണ്, ആവശ്യപ്പെട്ടതാണ്. അപ്പോഴും പരിപൂർണമായി ഭീകരവാദം അവസാനിപ്പിക്കുന്നു, പാകിസ്ഥാൻ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്ന് ഇന്ത്യ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ അലർട്ടായിരിക്കും, അടിച്ചാൽ തിരിച്ചടിക്കും. അതുകൂടിയാണോ ഈ സേനാ മേധാവിമാർ വിശദീകരിക്കുന്നത്? ലോകത്തിനു മുന്നിൽ ഞങ്ങൾ എടുത്തത് ഫൈറ്റ് അഗെയിൻസ്റ്റ് ടെറർ ആണ് എന്നുകൂടി ആവർത്തിച്ചു പറയുകയായിരുന്നു മൂന്നുപേരും. അല്പം ഖേദത്തോടെ പറയട്ടെ, നമ്മുടെ രാജ്യം എടുത്ത ധീരമായ നിലപാടുകൾ പാകിസ്ഥാൻ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. കാരണം പാകിസ്ഥാന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയതയുടെ ഒരു ഭാഗമാക്കിയാണ് പാകിസ്ഥാൻ ഇന്ത്യയോടുള്ള വിരോധം വെച്ചിരിക്കുന്നത്. ഇന്നു മുതലല്ല, അത് പണ്ട് മുതലേ ഉള്ളതാണ്. 1947 മുതൽ പാകിസ്ഥാൻ്റെ ദേശീയത എന്ന് പറയുന്നത് ഇന്ത്യയെ എതിർക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ 30 വർഷമായി വളരെ ശക്തി പ്രാപിച്ചു വന്ന് ഇപ്പോൾ ഒരു തെമ്മാടി രാഷ്ട്രമായി അവർ അധപ്പതിച്ചിരിക്കുന്നു. തെമ്മാടി രാഷ്ട്രത്തിൽ നിന്ന് തെമ്മാടിത്തരമല്ലാതെ മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. അവർ മുൻപ് പാകിസ്ഥാൻ പൊളിറ്റീഷ്യനാവട്ടെ, പാകിസ്ഥാൻ ആർമി ആവട്ടെ, ISI ആവട്ടെ, ഇന്ത്യൻ വിരുദ്ധതയാണ് അവരുടെ ദേശീയതയെ കണ്ടതെങ്കിൽ ജനറൽ മുനീർ ഈ അടുത്ത കാലത്ത് ഒരു പുതിയ ദേശീയത കൊണ്ടുവരുന്നു. അത് ഹിന്ദു മുസ്ലിം വിരുദ്ധ ദേശീയതയാക്കി അവർ മാറ്റിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്. ഇന്ന് വരെ പാകിസ്ഥാൻ എടുത്തിരുന്നത് ഇന്ത്യ വിരുദ്ധ ദേശീയതയാണെങ്കിൽ കഴിഞ്ഞ 30 വർഷക്കാലമായി ടെററിസ്റ്റുകൾ സ്വീകരിച്ചിരുന്ന ഹിന്ദു വിരുദ്ധ ദേശീയത ഇപ്പോൾ അവർ എടുത്തിരിക്കുന്നു, പാകിസ്ഥാൻ ആർമി എടുത്തിരിക്കുന്നു. അത് വളരെ അപകടകരമായ ഒരു വസ്തുതയാണ്. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ നേരിട്ടത് ടെററിസത്തിനെയാണ്. അതായത് ഒരു ഡേർട്ടി ആർട്ട് ഓഫ് ടെററിസത്തിനെതിരെ എ ബ്യൂട്ടിഫുൾ ആർട്ട് ഓഫ് മിലിറ്ററി ഓപ്പറേഷനാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ആർമി ചീഫ്മാർ ഇപ്പോൾ നമ്മുടെ 3 വിഭാഗത്തിൻ്റെയും ചീഫ്മാർ ഇപ്പോൾ പറഞ്ഞത് അതുതന്നെയാണ്. വളരെ മനോഹരമായി ഒരു 3 ദിവസം തികച്ചില്ല, 2.5 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 2.5 ദിവസം കൊണ്ട് ഒരു ടെററിസ്റ്റ് രാഷ്ട്രത്തെ എങ്ങനെ നമ്മൾ വിരട്ടി കയ്യിൽ നിർത്തി ഒതുക്കി നിർത്തി എന്നുള്ളതാണ്. പക്ഷേ ഈ ഒതുക്കി നിർത്തിയത് കൊണ്ട് അവർ ഒതുങ്ങില്ല. അവരുടെ രീതി അങ്ങനെയാണ്. ആ തെമ്മാടി രാഷ്ട്രത്തിൻ്റെ 3 സിദ്ധാന്തങ്ങൾ: ഒന്ന് നുണ, മറ്റൊന്ന് ചതി, മൂന്നാമത് ഒറ്റിക്കൊടുക്കൽ. ഇത് 3മാണ് അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് 10-30 വർഷമായിട്ട് അവർ സ്വീകരിച്ചിരുന്ന ലൈൻ. അതിൽ പെട്ടെന്നൊരു മാറ്റം വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഖേദകരമായ ഒരു സത്യം. പിന്നെ എന്തുകൊണ്ട് അവർ ഇപ്പോൾ തൽക്കാലത്തേക്കൊരു വെടിനിർത്തലിന് വന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യൻ ആർമിയും എയർഫോഴ്സും നേവിയും ചേർന്ന് അവരെ വളഞ്ഞിട്ട് അവരുടെ അതിർത്തിയിൽ പ്രവേശിക്കാതെ അവർക്ക് നൽകിയ പ്രഹരമാണ്. പ്രഹരമെന്ന് പറഞ്ഞാൽ വെറും പ്രഹരമല്ല, ഇനി തിരിച്ചടിക്ക് മുതരാൻ ഇപ്പോൾ പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രഹരമാണ് നമ്മൾ നൽകിയത്. പക്ഷേ ശ്രീ MS വേണുഗോപാൽ, ഈ ഇൻഡസ് ട്രീറ്റി നിർത്തലാക്കിയ സമയത്ത് വെള്ളത്തിന് പകരം രക്തമൊഴുക്കും ഇന്ത്യക്കാരുടെ എന്നൊക്കെ പറഞ്ഞ നേതാക്കന്മാരുണ്ട്, ഭീകര സംഘടനകളായിട്ട് അഫിലിയേഷൻ ഉള്ളവരുണ്ട്. അവരൊക്കെ ഇപ്പോഴും പാകിസ്ഥാനകത്തുണ്ട്. നമ്മൾ വെടിനിർത്തൽ ആണ് നടപ്പാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മറ്റൊരു സുഹൃത്ത് ബന്ധത്തിലേക്ക് ഇനി ഇന്ത്യ പോകുന്നില്ല, ഇന്ത്യക്ക് അത് കഴിയുകയില്ല എന്നുകൂടി വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും 1-2 ദിവസം കഴിയുമ്പോൾ ഈ വിഷയവും കൂടി തർക്ക വിഷയമായി ഉന്നയിച്ചുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള ഒരു മുഖവും നാടകങ്ങളൊക്കെ ആയിരിക്കുമോ പാകിസ്ഥാൻ കാണിക്കുക? പാകിസ്ഥാൻ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നാടകങ്ങൾ കാണിക്കും. കാരണം പാകിസ്ഥാൻ്റെ ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറയാറ് നമ്മുടെ ഈ പൊളിറ്റിക്കൽ പാർട്ടികളും ചില അഴിമതിക്കാരും തമ്മിലൊക്കെയുള്ള ചില അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ പാകിസ്ഥാനിൽ അത് നേരെ തിരിച്ചാണ്. പാകിസ്ഥാൻ പൊളിറ്റിക്സും പാകിസ്ഥാൻ ആർമിയും പൂർണ്ണമായും ടെററിസവും അഴിമതിയും കൂടിച്ചലർന്ന ഒരു പൊളിറ്റിക്സാണ് കളിക്കുന്നത്. പാകിസ്ഥാൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, പാകിസ്ഥാനിലെ ആർമിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നും കളിക്കുകയാണ്. ഇപ്പോൾ അത് ടെററിസവും കൂടെ അതിനകത്ത് ചേർന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വന്നിരിക്കുന്നത് പാകിസ്ഥാനിലെ ടെററിസം ഇപ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ മുദ്രാവാക്യമാക്കി തന്നെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം
ജനറൽ അസീം മുനീർ എന്നൊരാൾ ഒരു ജിഹാദി സ്റ്റൈലിലുള്ള ഒരു മുദ്രാവാക്യം, അതായത് ഹിന്ദു മുസ്ലിം വിരുദ്ധ എന്ന രീതിയിലുള്ള ഒരു മുദ്രാവാക്യം എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനവർ മെയിൻ ഫിഗറായിട്ട് കണ്ടിരിക്കുന്നത്, മെയിൻ ഫോക്കസായിട്ട് കണ്ടിരിക്കുന്നത് കാശ്മീരിനെയാണ്. അപ്പോൾ കാശ്മീരിൻ്റെ പ്രശ്നം, ഈ പഹൽഗാമിൻ്റെ ആക്രമണത്തിൻ്റെ നട്ടെല്ല് അല്ലെങ്കിൽ അവർ കണ്ട മർമ്മം എന്ന് പറയുന്നത് കാശ്മീർ വിഷയം ലോകത്തെ വിഷയമാക്കി കൊണ്ടുവരിക, കാശ്മീരിനെ ഇന്നുള്ള സമാധാനം തകർത്തുകൊണ്ട് കാശ്മീരിൽ ഇന്ന് ഇന്ത്യയുമായി ചേർന്ന് പോകാൻ കാശ്മീർ ജനത എടുത്തിരിക്കുന്ന സന്നദ്ധതയെ പൊളിക്കുക, മൂന്നാമത്തേത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന സമാധാന അന്തരീക്ഷം, ഇന്ത്യയുടെ ഒരു പ്രോഗ്രസ് അത് നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ കാശ്മീരുമായിട്ട് വരുമ്പോൾ മറ്റു ചില വിഷയങ്ങൾ വരുന്നത്, ഈ കാശ്മീർ വിഷയത്തിൽ ഒരു തേർഡ് പാർട്ടി ഇന്റർഫറൻസ് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഇന്ത്യ, ട്രംപ് ഇങ്ങനെ ഒരു അവകാശവാദം തന്നെ, മീഡിയേഷൻ നടത്തിയ അവകാശവാദം തന്നെ ട്രംപ് ഉന്നയിച്ചതൊക്കെ അത് ആഭ്യന്തര രാഷ്ട്രീയത്തിലൊക്കെ ചർച്ചയാകുകയും പ്രതിപക്ഷം വിമർശിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. കശ്മീർ വിഷയത്തിനകത്ത് ഈ ഇഷ്യൂ റിസോൾവ് ചെയ്യാമെന്ന് ട്രംപ് പറയുന്നു. അത് ഇന്ത്യയുടെ ഒരു പൊസിഷൻ അത് സ്ട്രെങ്തൻ ചെയ്യുകയാണോ, അത് വീക്കൻ ചെയ്യുകയാണോ ചെയ്തിരിക്കുന്നത്? അതിലൊരു ആശയക്കുഴപ്പം ഇതിനുശേഷം അങ്ങനെ ഒരു തലം കൂടി ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ടോ? ട്രംപിനെ നമുക്ക് എല്ലാ കാലത്തും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അപ്പോൾ പ്രധാനമായി തോന്നുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ്. അത് അദ്ദേഹം എല്ലാ കാലത്തും തുറന്നിട്ടുണ്ട്. അദ്ദേഹം ഇലക്ഷന് മുമ്പ് തന്നെ പറഞ്ഞു, ഞാൻ അധികാരത്തിൽ കയറി ഒരാഴ്ചക്കകം ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കും, റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും, അങ്ങനെ ലോകത്തിൻ്റെ സമാധാന രക്ഷകനായി വരുമെന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് എന്തുദ്ദേശത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ലോകമെന്ന് അതിശയിച്ചു പോയി. പക്ഷേ അദ്ദേഹം അധികാരത്തിൽ വന്ന് ഇത്രയും ദിവസമായിട്ടും അദ്ദേഹത്തിന് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിലേക്കുള്ള ഒരു ശ്രമങ്ങൾക്ക് പോലും അദ്ദേഹം നീങ്ങിയില്ല എന്ന് മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിൽ അരിഷ്ടത്വവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു സ്നേഹക്കുറവും വരുത്തുന്ന രീതിയിലുള്ള ഒരു ടാരിഫ് നയം പോലുമാണ് അദ്ദേഹം കൊണ്ടത്. അപ്പോൾ ഇന്ത്യ പഠിച്ച മറ്റൊരു പാഠവും കൂടെയാണ്, നമുക്ക് ഒരു പ്രശ്നം വന്നാൽ നമ്മൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അത് ഇന്ത്യ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് കുറച്ച് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത്, നമ്മുടെ നേതൃത്വം. പക്ഷേ ഇപ്പോൾ നമുക്ക് വ്യക്തമായി, നമ്മൾ മാത്രമല്ല ലോകത്ത് ആരും സഹായമായി ഉണ്ടാവില്ല എന്നുള്ളതാണ്. വിൽക്കാൻ കുറേ ആയുധങ്ങളുമായിട്ട് ചിലർ വരാം. ഇപ്പം നമ്മൾ നാറ്റോയുടെ പൂർണ്ണ സപ്പോർട്ട് യുക്രൈൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്ത് സപ്പോർട്ടാണ് ഉണ്ടായേ? കുറച്ച് ആയുധങ്ങൾ നൽകുക എന്നുള്ളതിൽ കവിഞ്ഞ് ആ രാഷ്ട്രത്തിൻ്റെ ജനതയെ കൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ആ രാഷ്ട്രത്തിൻ്റെ ജനതയെ, ആ രാഷ്ട്രത്തിൻ്റെ വികസനത്തെ, ആ രാഷ്ട്രത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ തകർക്കാൻ മാത്രമേ ഈ യുദ്ധം കൊണ്ട് കഴിഞ്ഞുള്ളൂ. ഇത് തന്നെയാണ് ഏത് യുദ്ധമെടുത്താലും ലോകക്രമം മാറിയിരിക്കുന്നു. പണ്ട് റഷ്യ വന്ന് നമ്മളെ സഹായിച്ചു എന്നൊക്കെ പറയുന്ന കാലം കഴിഞ്ഞുപോയി. ഇന്ന് ആരും ആരെയും സഹായിക്കില്ല. അതാണ് ആത്മനിർഭർ ഭാരതാണ് വേണ്ടത് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ കാലിൽ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ ആയുധങ്ങൾ നമുക്ക് മറ്റുള്ളവർക്കെതിരെ ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ, നമ്മുടെ സാമ്പത്തിക സുരക്ഷ നമ്മൾ സൃഷ്ടിച്ചില്ലെങ്കിൽ, നമ്മുടെ ആഭ്യന്തരമായ ഐക്യം നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ, നമ്മൾ മറ്റാരെയും അതിന് പ്രതീക്ഷിക്കേണ്ട. ലോകം അങ്ങനെ ഒരു ക്രമത്തിലാണ് പോകുന്നത്. എനിക്ക് എൻ്റെ കാര്യമെന്ന സ്വാർത്ഥ ചിന്തയിലാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് UN പോലും തകർന്നില്ലേ? UN എന്താ നടക്കുന്നത്? അത് നമ്മൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഓക്കെ, ഞാൻ തിരികെ എത്താം താങ്കളിലേക്ക്.